നമസ്കാരം, ഞാൻ വിവേക് ഊപൻ. തിരുനാവായ മഹോത്സവത്തോടനുബന്ധിച്ച് ഞാനിവിടെ കുംഭമേളയ്ക്ക് എത്തിച്ചേർന്നതാണ്. ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. ഞാൻ വന്നപ്പോൾ തന്നെ ഗംഗാ ആരതി കണ്ടു. അതിവിടെ ഇപ്പോൾ ഗംഗാ ആരതി നമുക്ക് അവിടെ വാരണാസിയിലൊക്കെ കാണാൻ കഴിയും. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും നിള ആരതിയാണത്. നമുക്ക് വളരെ അധികം അവിടെ ചെയ്യുന്ന ഗംഗാ ആരതി ചെയ്യുന്ന അതേ പൂജാരികൾ തന്നെയാണ് ഇവിടെ ഈ നിള ആരതി ചെയ്യുന്നത്. ഒത്തിരി സന്തോഷം തോന്നി. ഒത്തിരി ഭക്തിസാന്ദ്രമായിട്ടുള്ള നിമിഷങ്ങളായിരുന്നു. അതുപോലെ തന്നെ നിള സ്നാനമുണ്ട്. പിന്നെ ഒത്തിരി ഈ പറഞ്ഞ പോലെ പൂജകളും കാര്യങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഈ വരുന്ന നടന്നുകൊണ്ടിരിക്കുന്ന ഈ തിരുനാവായ മഹോത്സവം, അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് 2 വർഷം മുമ്പ് ഞാൻ പങ്കെടുത്തിരുന്നു. അതിനേക്കാളുമൊക്കെ വളരെ വിപുലമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഒത്തിരി സ്ഥലങ്ങളിൽ നിന്ന് ഒത്തിരി ഭക്തർ വന്ന് എത്തിച്ചേരുന്നുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഇന്നലെ മെനങ്ങാന്നൊക്കെ ഇവിടെ തിരക്ക് 2.5 ലക്ഷം 3 ലക്ഷത്തിൽ കവിഞ്ഞ് ഒഴുകിയായിരുന്നു. ഇന്നിപ്പോൾ ഇച്ചിരി തിരക്ക് കുറവുണ്ട്. പക്ഷെ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. ഞാൻ മുടങ്ങാതെ വരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം തേടി വന്നതാണ്. തീർച്ചയായിട്ടും അത് വളരെ മനോഹരമായിരുന്നു. ഈ ഒരു നിമിഷത്തിൽ നിള ആരതിയൊക്കെ കണ്ട് ഇനിയിപ്പോൾ നാളെ സ്നാനവും കൂടെ ചെയ്ത് മടങ്ങാനുള്ള ഒരു രീതിയിലേക്ക് എത്തിച്ചേർന്നതാണ്. അപ്പം തീർച്ചയായിട്ടും ഇവിടെ വന്ന എല്ലാ ഭക്തർക്കും, അതുപോലെ തന്നെ ഇവിടെ പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തർക്കും, നിവാസികൾക്കും പ്രദേശവാസികൾക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഇനി വരും കാല വർഷങ്ങളിൽ ഇതിലും മഹനീയമായിട്ടും വളരെ വിപുലമായിട്ടും കുംഭമേള നടത്താൻ ഇവിടെ ഉള്ളവർക്ക് സാധിക്കട്ടെ എന്നും എല്ലാവിധ ഐശ്വര്യങ്ങളും ഭാവങ്ങളും ഭഗവാന്റെ നമുക്ക് ഓരോരുത്തർക്കും വന്നു ചേരട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഇനി പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്തേ.